നിങ്ങൾ ഈ ഗിരീഷിനെ തെരഞ്ഞെടുത്തു, ഒരിക്കലും എന്റെ മുഖം കറക്കും, പക്ഷെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ഗിരിയുടെ മുഖം ഒരിക്കലും കറക്കില്ല എന്നുള്ളതിന്റെ ഗ്യാരണ്ടിയാണ് മേയർ എന്നുള്ള നിലയിൽ ഞാനാണ് നിങ്ങളോട് പറഞ്ഞത്. ഒരിക്കലും കറക്കില്ല. 16 ഞാൻ അസംബ്ലിയിൽ മത്സരിച്ചു. 5 തെരഞ്ഞെടുപ്പ് എന്റെ മുമ്പിൽ. ഈ 5 തെരഞ്ഞെടുപ്പിലും ഗിരീഷ് ഒരു പാർട്ടി പ്രവർത്തകനായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ക്വാളിറ്റിയാണ്. ഗിരീഷ് ഒരിക്കലും തോന്നിയില്ല എനിക്കും കൂടി ഒന്ന് നിന്നാ കൊള്ളാമെന്ന് തോന്നിയിട്ടില്ലല്ലോ. ഗിരീഷ് പ്രവർത്തിച്ചു. അപ്പൊ ഇനി ഇതിൽ കൂടുതൽ എന്ത് വേണം ഒരാൾ ജയിക്കാൻ? എല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ജയിക്കണം എന്ന് ആഗ്രഹം എനിക്കുണ്ടെങ്കിലും പറയുന്നതിൽ തെറ്റൊന്നും വിചാരിക്കരുത്. കാര്യം ഞാൻ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറൊക്കെയാണ്. പക്ഷെ ഈ സ്ഥാനാർത്ഥികളിൽ ആദ്യം ജയിക്കണമെന്ന് ഞാൻ പഴയ അനിൽ എന്നുള്ള നിലയ്ക്ക് എന്റെ മനസ്സിൽ ആദ്യം ജയിക്കണമെന്ന് ഞാൻ മനസ്സിൽ കാണുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മുടെ ഗിരീഷ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഗിരിക്ക് ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകം പറയാം, നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു പ്രത്യേകം പറയാം. ഗിരി നല്ല ഒരു ഒന്നാം തരം എടങ്കയ്യൻ ബാറ്റ്സ്മാൻ ആണ്. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഒരു നല്ല കയ്യടി കൊടുക്കുന്നു. ചായ കയ്യിലുണ്ടെങ്കിൽ അടിക്കണ്ട. ഞങ്ങളുടെ ആ കളിക്കാരുടെ കൂട്ടത്തിൽ എടങ്കയിൽ ബാറ്റ് ചെയ്യുന്ന ഒരാള് ഗിരീഷ് അല്ലാതെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഗിരീഷ് കുറച്ച് കഴിഞ്ഞപ്പോ വെസ്റ്റ് ഇൻഡീസിൽ ബ്രയൻ ലാറ, രാജു ഇപ്പൊ ശരിക്കും ക്രിക്കറ്റൊക്കെ ആസ്വദിച്ച് മീശ കംപ്ലീറ്റ് തീരുന്നത് കേട്ടോ രാജു. ആ പഴയ കാര്യം രാജു ആലോചിക്കണേ. ബ്രയൻ ലാറ കളിച്ചു വന്നപ്പോ ഞങ്ങള് ഗിരീഷിനെ ഇടയ്ക്ക് ലാറ എന്ന് പറയും. VR ഗിരീഷ് എന്നൊക്കെ ഭംഗി വാക്ക് പറയാം എന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ മത്സരിക്കുന്നത് നമ്മുടെ ഗിരിയാണ് മത്സരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് 34ാം ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ഹൈബി എന്നെ കളിയാക്കി ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇളമക്കരക്കാരുടെ അരിക്കുട്ടനാണ് എന്നാണ് ഹൈബി പല സ്ഥലങ്ങളിലും ചെന്ന് പറയണത്. ശരിയാണത്. അതുപോലെ തന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ ഗിരി ഇളമക്കരക്കാർക്ക് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഗിരിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഗിരി സത്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഒരു കാര്യം ആദ്യം നിങ്ങളോട് പറയാം. ഞങ്ങൾ എല്ലാവരും ചേർന്ന് കളിച്ചിരുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഒരു 100 പേരെങ്കിലും ആ ഗ്രൂപ്പിലുണ്ട്. ഗിരിക്ക് ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകം പറയാം, നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു പ്രത്യേകം പറയാം. ഗിരി നല്ല ഒരു ഒന്നാം തരം എടങ്കയ്യൻ ബാറ്റ്സ്മാൻ ആണ്. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഒരു നല്ല കയ്യടി കൊടുക്കുന്നു. ചായ കയ്യിലുണ്ടെങ്കിൽ അടിക്കണ്ട. ഞങ്ങളുടെ ആ കളിക്കാരുടെ കൂട്ടത്തിൽ എടങ്കയിൽ ബാറ്റ് ചെയ്യുന്ന ഒരാള് ഗിരീഷ് അല്ലാതെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഗിരീഷ് കുറച്ച് കഴിഞ്ഞപ്പോ വെസ്റ്റ് ഇൻഡീസിൽ ബ്രയൻ ലാറ, രാജു ഇപ്പൊ ശരിക്കും ക്രിക്കറ്റൊക്കെ ആസ്വദിച്ച് മീശ കംപ്ലീറ്റ് തീരുന്നത് കേട്ടോ രാജു. ആ പഴയ കാര്യം രാജു ആലോചിക്കണേ. ബ്രയൻ ലാറ കളിച്ചു വന്നപ്പോ ഞങ്ങള് ഗിരീഷിനെ ഇടയ്ക്ക് ലാറ എന്ന് പറയും. അപ്പൊ അന്ന് ഈ SFI ജയിക്കുക എന്ന് പറയുന്നത് പ്രധാനമാണ്. അപ്പൊ എന്റെ ഓർമ്മയിൽ ഞാൻ ഞങ്ങളുടെ സ്കൂളിൽ രാഷ്ട്രീയമില്ലല്ലോ. അപ്പൊ ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഗിരീഷ് സ്കൂൾ യൂണിഫോം ഇട്ട് വെള്ളക്കൊടിയിലെ ചുമന്ന നക്ഷത്രം ശുഭ്രപതാകയുമായി, അന്ന് പുന്നക്ക സ്കൂളിൽ പഠിക്കുന്ന ആയിരക്കണക്കിന് പിള്ളേരാണ്, ഒരു 500 കുട്ടികളുടെ പ്രകടനം നയിച്ചു വരുന്ന ഗിരിയെ കുറിച്ചുള്ള ഓർമ്മയാണ് എനിക്ക് സ്കൂൾ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളത്. 10-15 വയസ്സിൽ 2 തവണ, ഒരു തവണ ചെയർമാനും ആയിരുന്നു എന്റെ ഓർമ്മ. മാറി മാറി ആയില്ലേ. ഗിരീഷിന് ഓർമ്മയില്ല, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഒരാൾ ഒരു സ്കൂൾ തെരഞ്ഞെടുപ്പിൽ 2 തവണ 9ലും 10ലും അയാള് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കണമെങ്കിൽ അയാളുടെ ഒപ്പമുള്ള കുട്ടികൾ അയാളോടൊപ്പം നിൽക്കാതെ അങ്ങനെ ഒരാൾ ജയിക്കൂ. അതിന് കാരണം ഇതാണ്. നിങ്ങൾ ഈ ഗിരീഷിനെ തെരഞ്ഞെടുത്തു, ഒരിക്കലും എന്റെ മുഖം കറക്കും, പക്ഷെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ഗിരിയുടെ മുഖം ഒരിക്കലും കറക്കില്ല എന്നുള്ളതിന്റെ ഗ്യാരണ്ടിയാണ് മേയർ എന്നുള്ള നിലയിൽ ഞാനാണ് നിങ്ങളോട് പറഞ്ഞത്. ഒരിക്കലും കറക്കില്ല. 16 ഞാൻ അസംബ്ലിയിൽ മത്സരിച്ചു. 5 തെരഞ്ഞെടുപ്പ് എന്റെ മുമ്പിൽ. ഈ 5 തെരഞ്ഞെടുപ്പിലും ഗിരീഷ് ഒരു പാർട്ടി പ്രവർത്തകനായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ക്വാളിറ്റിയാണ്. ഗിരീഷ് ഒരിക്കലും തോന്നിയില്ല എനിക്കും കൂടി ഒന്ന് നിന്നാ കൊള്ളാമെന്ന് തോന്നിയിട്ടില്ലല്ലോ. ഗിരീഷ് പ്രവർത്തിച്ചു. അപ്പൊ ഇനി ഇതിൽ കൂടുതൽ എന്ത് വേണം ഒരാൾ ജയിക്കാൻ? ഞാൻ പറഞ്ഞ ഇത്രയും പോരെ. ഇനി രവി സാറ് വളരെ സത്യസന്ധമായി നമ്മുടെ കരയോഗത്തിന്റെ മുഴുവൻ കണക്ക്, ഈ പുന്നക്ക അമ്പലത്തിന്റെ കണക്ക് ഞാൻ പറയുകയാണ്. ഈ പുന്നക്ക അമ്പലത്തിൽ ദേവി ഉണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല, അവിടെ ആ രവി സാറ് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം നമ്മുടെ ഗിരീഷ് ജയിക്കേണ്ടതാണ്. കാരണം എത്ര നിസ്വാർത്ഥമായിട്ടും നിഷ്കളങ്കമായും അദ്ദേഹം NSSനെ സേവിച്ചിട്ടുണ്ട്, ഈ ക്ഷേത്രത്തിനെ സേവിച്ചിട്ടുണ്ട്. ആരോടും ഗിരീഷിനെ പോലെ തന്നെയാണല്ലോ. അതാണ് ഗിരീഷിന് കിട്ടിയേക്കണത്.
പിന്നെ അത് എന്റെ മുമ്പിൽ നള്ളിച്ചേച്ചിരിക്കുന്നുണ്ട്. എല്ലാവരോടും നന്നായിട്ട് മാത്രം പെരുമാറുന്ന ഒരാള്. ഞാൻ പറഞ്ഞു ഇതിക്കുള്ള ഒരാളും കൗൺസിലർ വേറെ എന്ത് യോഗ്യത വേണ്ടത്? ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും ഗിരീഷാണ് എന്ന് വിശ്വസിച്ച് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം അതങ്ങനെയാണ്. കാരണം ഒരാൾക്ക് ആദ്യമായി ഒരു അവസരം വരികയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ. നിങ്ങൾ ഒരു തവണ നമ്മുടെ ഗിരിയൊന്ന് നിങ്ങൾ ജയിപ്പിക്കും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളോട് ഇത്രയും സ്നേഹത്തോടെ അടുത്ത് പെരുമാറുന്ന മറ്റൊരാള് ഗിരീഷിനെ പോലെ വേറൊരാൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉറപ്പാണ്. ഞാനിത് ഇത്രയും പ്രസംഗിച്ചത് എന്താണെന്നറിയോ? ഒന്ന് രണ്ടുപേർ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ആളെ എവിടെ നിന്നാണ് ഇങ്ങനെ പെട്ടെന്ന് ഒരാൾ വന്നത്? അപ്പൊ ഗിരീഷിന് എന്താ യോഗ്യത? ഞാൻ അതാണ് വിദ്യാർത്ഥി കാലം മുതലുള്ള ഗിരീഷിന്റെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കിയത്. ഇനി നിങ്ങൾ തീരുമാനിക്കുക ഗിരീഷിന് ഈ തെരഞ്ഞെടുപ്പിൽ CPIM-ന്റെ സ്ഥാനാർത്ഥിയായി LDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളെല്ലാവരെയും സാക്ഷ്യം നിർത്തി ഉത്തരവാദിത്തത്തോടുകൂടി പറയുന്നു, VR ഗിരീഷിന് മത്സരിക്കാൻ യോഗ്യതയുണ്ട്, ജയിക്കാൻ യോഗ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രയും ട്രഡീഷൻ ഉണ്ട്. ജാതി മത പരിഗണനയില്ലാതെ എല്ലാവരെയും സ്വീകരിച്ച ഒരു കുടുംബം നമ്മുടെ ഇവിടെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ വെളിയത്തുകാരാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. ഇനി എനിക്കൊരു കാര്യം പറയാനുള്ള, ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ 74 സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. 76 സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. എല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ജയിക്കണം എന്ന് ആഗ്രഹം എനിക്കുണ്ടെങ്കിലും പറയുന്നതിൽ തെറ്റൊന്നും വിചാരിക്കരുത്. കാര്യം ഞാൻ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറൊക്കെയാണ്. പക്ഷെ ഈ സ്ഥാനാർത്ഥികളിൽ ആദ്യം ജയിക്കണമെന്ന് ഞാൻ പഴയ അനിൽ എന്നുള്ള നിലയ്ക്ക് എന്റെ മനസ്സിൽ ആദ്യം ജയിക്കണമെന്ന് ഞാൻ മനസ്സിൽ കാണുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മുടെ ഗിരീഷ് എന്ന കാര്യത്തിൽ സംശയമില്ല.